ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ചായ കുടിയോട് കൂടെയാണ് എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ജസ്റ്റ് പുറത്ത് വരെ പോയപ്പോൾ ഒരു ചായയും കുടിച്ച് ഒരു നെയ്യപ്പമൊക്കെ കഴിച്ചു. കുറേ നാൾക്ക് ശേഷം കേട്ടോ നെയ്യപ്പം കഴിക്കുന്നത്. വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തട്ടിക്കൂട്ട് ബിരിയാണി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ആണ്. അങ്ങനെ ഞാൻ വലിയ ബിരിയാണി എക്സ്പേർട്ടൊന്നും അല്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബിരിയാണി വെക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിനൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് റെഡിയാക്കി വെക്കുക കേട്ടോ. ഇന്ന് നമ്മുടെ വിഷ്ണു ചേട്ടനും ഹർഷ ചേച്ചിയും നമ്മുടെ മാധുസൊക്കെ വരുന്നുണ്ട്. അവരെൻ്റെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടി കുറച്ച് സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സവാള, ഒരു 3 സവാള എടുത്തിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അപ്പുറത്തെ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയൊക്കെ ഞാൻ വറുത്ത് കോരുവാണേ. അങ്ങനെ അതൊക്കെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വിഷ്ണാൻ എനിക്ക് അവിടെ ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ വിഷ്ണാൻ അവിടെ നമ്മുടെ പൈനാപ്പിളൊക്കെ ജസ്റ്റ് അരിഞ്ഞ് തരാമെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ അരിഞ്ഞ് തരുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. വിഷ്ണാൻ അവിടെ അരിഞ്ഞ് തരുന്നു. ഞാൻ വിഷ്ണുവിനെ മാത്രം ക്യാമറ വെച്ചിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ട്. വിഷ്ണുവിന് അത് കണ്ടപ്പോഴത്തേക്ക് നാണം വന്നു. മാറ്റടി എന്ന് പറഞ്ഞിട്ട് പോയി കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടി. അപ്പുറത്ത് ഞാൻ നമ്മുടെ പൈനാപ്പിളൂടെ വഴറ്റിയെടുക്കുവാണേ. പിന്നെ ക്യാരറ്റും നമ്മുടെ ബീൻസൊക്കെ വിഷ്ണുവിന് അരിഞ്ഞ് തരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുരട്ടി വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പുപൊടി, നാരങ്ങ നീര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് നമ്മുടെ ചിക്കനെ നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കാം. അവനെ നമുക്ക് ലാസ്റ്റ് എടുത്താൽ മതി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പുപൊടി, പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ സവാള ഇട്ടിട്ട് കുറച്ച് തൈര് ഒഴിച്ച് നമ്മൾ ചിക്കനെ മാരിനേറ്റ് ചെയ്തിട്ട് അതും നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അതും കുറച്ചൊരു 10-15 മിനിറ്റ് അത് മാറ്റി വെച്ചാൽ മതിയായിരിക്കേ. അങ്ങനെ അതിനെ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാം. കുക്കറിലാണ് ഞാൻ ജസ്റ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കുക്കർ ചൂടായി നെയ്യ് ഒഴിച്ച് നമ്മുടെ ഈ മസാലക്കൂടിനകത്ത് സാധനങ്ങളൊക്കെ ഞാൻ പറക്കിയെടുത്തെടുത്തോണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ആ സ്റ്റാർ, നമ്മുടെ ലീഫ് അതൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ബീൻസ്, ക്യാരറ്റ്, കുറച്ച് പച്ചമുളക് എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെയും കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി. അരി ഞാൻ ഒരു 1 അവർ മുന്നേ വെള്ളത്തിൽ കൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ മൂപ്പിച്ചെടുത്ത് ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, കുറച്ച് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചിട്ട് കുറച്ച് ഉപ്പും ഇട്ട് 2 ഗ്ലാസ്, ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 3 ഗ്ലാസ് വെള്ളം ചൂടാക്കി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനെ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാം. കറിക്ക് നമ്മൾ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട്, ലീഫും അതൊക്കെ ഇട്ട് സവാള വഴറ്റാൻ വേണ്ടി വെച്ചു കേട്ടോ. അതിനകത്ത് കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് നമ്മുടെ തക്കാളിയും പച്ചമുളകും ഇട്ട് അതുകൂടെ വഴറ്റുന്നുണ്ട്. ആ സമയം കൂടി ഞാൻ നമ്മുടെ ചിക്കനെ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആവുന്നുണ്ട്. ഈ സൈഡിൽ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വഴറ്റിയിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, അതെല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അതിനെ വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമ്മുടെ ക്യാമറാമാൻ നമ്മുടെ വിഷ്ണുവേട്ടനാണ്. വിഷ്ണുവേട്ടൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് തരിക. നമ്മൾ പുരട്ടി വെച്ചിരുന്നു ചിക്കൻ കറിക്ക് വേണ്ടി. അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കാം. നിങ്ങൾക്കൊന്നും തോന്നരുത്, ലാസ്റ്റത്തെ ഇതിൻ്റെ എല്ലാം കൂടെ വെച്ച വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലവ് യു ആൻഡ് ബൈ.